ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോയാ ചില്ലിയാണ്. സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് സോയാ ചങ്ക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റോളം അടച്ചു വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കണം. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എടുത്ത സോയാ ചങ്ക്സ് ആണിത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ വെച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സോയാ ചങ്ക്സ് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ വീണ്ടും കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 5-6 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്കാണ്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് മറന്നു പോയതാണ്, അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. സോയാ സോസിന് ഉപ്പ് രസം ഉള്ളതുകൊണ്ട് അവസാനം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്തത്. അതിൻ്റെ കൂടെ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം തന്നെ ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവസാനം സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്